അപ്പം കുറേ സ്റ്റുഡൻസും എക്സാമിൻ്റെ തലേന്ന് ഇരുന്നിട്ട് രാത്രി 2 മണിക്കൊക്കെ എണീറ്റിട്ട് ഭയങ്കര പഠിത്തമായിരിക്കും. പിറ്റേന്ന് ചിലപ്പോൾ എക്സാം നല്ലപോലെ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞെന്ന് വരുന്നില്ല. അപ്പോൾ ഒരു ഭയങ്കര സ്ട്രെസ് ആവുകയാണ്. അങ്ങനെയുള്ള ഈ സ്റ്റുഡൻസിനോട് എന്താണ് മാമിനൊരു അഡ്വൈസ് കൊടുക്കാൻ? നമ്മൾ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ആദ്യം അവർ മനസ്സിലാക്കേണ്ടത്, ഇത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വയറിൻ്റെ കപ്പാസിറ്റി പോലെ അവരവരുടെ ബ്രെയിനിൻ്റെ കപ്പാസിറ്റിയാണ് അവർ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഒരു ടീച്ചർ തന്നെയാണ് ഒരു ക്ലാസ് ഒരേപോലെ 10-20 കുട്ടികളോട് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ 20 കുട്ടികളും ഒരേപോലെ മനസ്സിലാക്കുന്ന കുട്ടികളില്ല. അപ്പോൾ അതിൽ ഞാൻ പറയാൻ ഒരു 20% കുട്ടികൾ ചിലപ്പോൾ ഭയങ്കര ജീനിയസ് ആയിരിക്കും. അവർക്ക് ആ കേട്ടത് മാത്രം മതിയാവും. ചിലർക്ക് ഒരു വട്ടം വായിച്ചാൽ മാത്രം മതിയാവും. പക്ഷെ ഒരു 80% ഒരു ആവറേജ് ലെവലിലുള്ള കുട്ടികൾ തന്നെ ആയിരിക്കും, അല്ലേ? അപ്പോൾ ഈ കുട്ടികളുടെ ലെവൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അവർ ഒരു ചാപ്റ്റർ എടുത്താൽ അവർ വായിക്കുമ്പോൾ അവർക്ക് എത്ര വട്ടം വായിക്കുമ്പോഴാണ് അത് മനസ്സിലാക്കാൻ സാധിക്കുന്നതെന്ന് ആദ്യം അവർ മനസ്സിലാക്കണം. അപ്പോൾ വായിക്കുകയും പഠിക്കുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ചില കുട്ടികളുണ്ട് അത് വായിച്ചവർ മനസ്സിലാക്കും, എല്ലാം എനിക്ക് മനസ്സിലായി, പക്ഷേ പരീക്ഷയുടെ തലേദിവസം അത് എടുത്തു നോക്കുമ്പോൾ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നതും അത് പഠിക്കുന്നതും വ്യത്യാസമാണ്. അപ്പോൾ നമ്മൾ അതെന്താ വ്യത്യാസം? ബിക്കോസ് വായിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളെ ഷോർട്ട് ടേം മെമ്മറിയിൽ അത് കയറും, മനസ്സിലായില്ലേ? അതൊരു ലോങ് ടേം മെമ്മറിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിവൈസ്. അവിടെയാണ് തെറ്റുപറ്റുന്നത്. അപ്പോൾ ചില കുട്ടികൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ലോജിക്കൽ ഇത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ ഭയങ്കര ജീനിയസ് ആയിട്ടുള്ള ഇപ്പോൾ ഒറ്റ പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ തന്നെ അത് അവരുടെ ലോങ് ടേം മെമ്മറിയിലേക്ക് കയറും. ഒരു പരിധി വരെ ആവറേജ് ഉള്ള കുട്ടികൾക്കൊന്നും അത് നടക്കുന്നില്ല. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ആദ്യം ഇപ്പോൾ ഒരു ചാപ്റ്റർ നിങ്ങൾ വായിച്ചാൽ അത് നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് മുഴുവൻ മനസ്സിലായി എന്ന് കരുതി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഒരു 3-ാമത്തെ ദിവസം അത് ഒന്നും കൂടെ വായിച്ചു നോക്കണം. ഒന്നും കൂടെ വായിച്ചു നോക്കുന്നതിന് മുന്നേ അതൊന്ന് പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കുമ്പോൾ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും അത് എത്ര നിങ്ങളുടെ ബ്രെയിനിലേക്ക് സ്റ്റോർ ആയിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഒരു 3rd ഡേ വായിക്കുക, അതേപോലെ ഒരു 5th ഡേ വായിക്കുക, ഒരു 7th ഡേയും കൂടി വായിക്കുക. അപ്പോൾ ആദ്യം വായിക്കുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞു നോക്കണം. പറഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അവിടെ ഫില്ലിങ് വരും. ഇടയിൽ ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പ് മാത്രം അവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നിങ്ങൾ വായിച്ച് കഴിയുമ്പോൾ അതായത് ഒരു 7th ഡേ ആകുമ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് തറവാകും. അപ്പോൾ റിവിഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മളെ ബ്രെയിൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ തലേ ദിവസം നമ്മൾ രാത്രി ഇരുന്ന് ഫുള്ള് പഠിക്കുന്നതിന് അത് തികച്ചും എന്താ പറയുക, അൺസയൻറ്റിഫിക് ആണ്. ബിക്കോസ് അതിൽ 2 കാര്യം പ്രശ്നമുണ്ട്. നമ്മളെ ബ്രെയിനിന് ഈ ഷോർട്ട് ടേം ലോങ് ടേം നമ്മുടെ മെമ്മറി ഉണ്ടാക്കുന്നത് എപ്പോഴും രാത്രി ഉറങ്ങുന്ന സമയത്താണ്. നമ്മൾ ഉറക്കം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെമ്മറി കുറയും. നമ്മൾ എന്താണോ പഠിച്ചത് അത് കുറയും. ബിക്കോസ് രാത്രി കാലത്ത് ഇപ്പം ഈ കുട്ടികളുള്ള അമ്മമാർക്കൊക്കെ പറഞ്ഞാൽ അറിയാം, കുട്ടികൾ ഉറങ്ങുന്ന സമയത്താണ് വീട് അടിച്ചു വാരി തുടച്ച് വൃത്തിയാക്കി വെക്കുക, അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ബ്രെയിനും ചെയ്യുന്നത്. നമ്മൾ വെറുതെ ഇങ്ങനെ ഉണർന്നിരിക്കുന്ന സമയത്ത് ബ്രെയിൻ എപ്പോഴും ആക്റ്റീവാണ്, അല്ലേ? നമ്മുടെ സാധനം നമ്മൾ കണ്ട സാധനങ്ങളൊക്കെ അത് മെമ്മറിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ടൈം അപ്പം ഇല്ല. നമ്മളൊന്ന് ആക്ടിവിറ്റി കുറയുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ രാത്രിയുടെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുട്ടികളിൽ. അത് അവരുടെ മെമ്മറി കൂട്ടാൻ. അപ്പോൾ നിങ്ങൾ റിവിഷൻ ചെയ്യുക. തലേ ദിവസം വരെ അത് പഠിക്കാൻ വേണ്ടി വെക്കരുത്. പിന്നെ എക്സാമിന് മുമ്പ് ഉറക്കമൊഴിച്ച് പഠിക്കുന്നത് തികച്ചും അൺസയൻറ്റിഫിക് ആണ്. ഇനി ചില ആൾക്കാരുണ്ട് ഭയങ്കര ലേറ്റ് നൈറ്റ് ആയിട്ട് പഠിക്കുന്ന ആൾക്കാരുണ്ട്, ചില ആൾക്കാർ ഏർലി ആയിരിക്കും. അപ്പോൾ ഏതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ്? പക്ഷെ അത് ഭയങ്കര കോൺട്രവേഴ്സിയലാണ്. ബിക്കോസ് ചില ആൾക്കാർ അതൊരു ശീലം ആയിട്ടുണ്ടാവും. ബട്ട് ഏറ്റവും ഈ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് ഈസ് നമ്മുടെ കോർട്ടിസോൾ ലെവൽ ഏറ്റവും നല്ല ഹോർമോൺസും ഇതൊക്കെ ഉള്ള സമയം അപ്പോഴാണ്. അപ്പോൾ ഏർലി മോർണിംഗ് ആണ് നല്ലതെന്നാണ് പറയാം. ബട്ട് ഇറ്റ് ഈസ് ലൈക്ക് ഇറ്റ് ഡിപ്പെൻസ്. പക്ഷേ ഉറക്കം നമ്മൾ ഒരിക്കലും എന്താ പറയുക, തെറ്റിക്കരുത്. ഉറക്കം തെറ്റിച്ച് കഴിഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ ചില ആൾക്കാർ രാത്രി ഇരുന്നാലും ഒരു പകൽ ഉറങ്ങുന്നുണ്ടാവുമായിരിക്കും. അത് അവരുടെ ശീലമാണ്. അപ്പോൾ നമുക്കതൊരു കോൺട്രവേഴ്സിയലാണ്. അപ്പോൾ നമുക്കതങ്ങനെ പറയാൻ പറ്റില്ല.